രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം എന്താണ് എന്ന് എല്ലാവരും കൗതുകത്തോടെ നോക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയുമാണ് നമുക്കുണ്ടായിരുന്നത്. രാഹുലിനെ പല കള്ളക്കേസുകളിൽ കുടുക്കി, ആ കള്ളക്കേസുകളിൽ കുടുക്കി പലതവണ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഒരുപാട് വേട്ടയാടി. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം വളരെ പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതസിദ്ധമായ അഗ്രസീവായ രീതിയിൽ ശ്രീ പിണറായി വിജയൻ അവർകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആ പോസ്റ്റ് തന്നെ വൈറലായിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ അവർകളോട് ആശയപരമായി വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തെ ഞാൻ എന്നും അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ എക്സ്ട്രാ ബഹുമാനം കൊടുത്ത് അഡ്രസ്സ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റേച്ചറും മുതിർന്ന അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റി ഒക്കെ വെച്ച്. പക്ഷെ രാഹുൽ നമുക്ക് അറിയുന്നത് പോലെ അഗ്രസീവാണ് കാര്യങ്ങളിൽ. രാഹുലിന്റെ പ്രതികരണമാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. രാഹുൽ അതിശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചിട്ട് പറയുകയാണ്. അതിന് ഏകദേശം അതിന്റെ ഏറ്റവും വലിയ കൗതുകം, അവസാനം നോക്കുമ്പോൾ ആ ട്വീറ്റ് ക്ഷമിക്കണം, ആ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലോളം ആകുകയും ഏകദേശം 80,000-നടുത്ത് ലൈക്കും 7,700 ഷെയറും ഒക്കെ ചെയ്യുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നു: വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്നാണ്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റെസ്പോൺസ്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം, അതെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയങ്ങൾ എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും, അത് വളരെ പ്രധാനമാണ്. കാര്യം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ മത്സരിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിൽ വിജയിക്കുകയും നല്ല ഒരു പൊസിഷനുള്ള മന്ത്രിയാകേണ്ടതോ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പൊസിഷൻ കിട്ടേണ്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കള്ളക്കേസുകളിൽ കുടുക്കി വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് പരാതികൾ വെച്ച് അദ്ദേഹത്തെ കുടുക്കി നശിപ്പിച്ചതാണ് എന്ന് നമുക്കറിയാം. രാഹുലിനെതിരെയുള്ള പരാതികൾ കോടതികളെല്ലാം അവർ കൺസെന്റോടുകൂടി ചെയ്തതോ അല്ലെങ്കിൽ വിശ്വാസജനകമല്ലെന്നോ ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഗവൺമെന്റ്, ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ അത്തരം കാര്യങ്ങൾ നടക്കില്ല, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി MLA-ക്ക് നേരെ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും കൂടുതൽ കുടുക്കി തളർത്തി നശിപ്പിക്കാൻ ശ്രമിച്ചത് ശ്രീ പിണറായി വിജയൻ അവർകളും അദ്ദേഹത്തിന്റെ ഗവൺമെന്റുമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലോടുള്ള ദേഷ്യമാണ് എന്നോട് പോലും തീർത്ത് 16 ദിവസത്തോളം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഇനിയും ശക്തമായി ഞാനടക്കം ഭരണം മാറിയതുകൊണ്ട് അത് ക്വാഷ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ആ വേട്ടയാടലിന്റെ ദേഷ്യം കൊണ്ടുകൂടി ആയിരിക്കാം ഞാൻ പറയുമ്പോൾ കുറെ കൂടെ ബഹുമാനം കൊടുത്തേ പറയുള്ളൂ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സ്ട്രോങ് ആയി റിയാക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ശ്രീ പിണറായി വിജയന്റെ നെറ്റിയിൽ കൈവച്ചുള്ള ഫോട്ടോയും വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു ജനങ്ങൾ, പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്നുള്ളതാണ്. എന്തായാലും ദൈവം സഹായിച്ച് ആ ഡാഷ് എന്ന വാക്ക് ഉപയോഗിച്ചില്ല, അത് നല്ലതാണ്. നമ്മുടെ എന്താ പറയുക, നമ്മൾ രാഷ്ട്രീയത്തിലാവുമ്പോൾ വിജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നും റെസ്പെക്ട്ഫുള്ളി മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് ചെയ്യാവൂ. അത് ശ്രീ പിണറായി വിജയൻ അവർകളെ ആണെങ്കിലും ശ്രീ രേവന്ത് റെഡ്ഡി ആണെങ്കിലും. എന്തായാലും CPMന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നിലേക്ക് പോവുകയാണ്. കോൺഗ്രസിന്റെ തേരോട്ടമാണ്. 100ഓളം സീറ്റുകളിൽ ജയിച്ച് കോൺഗ്രസ് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നതിന്റെ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത, ഇന്നസെൻസ് തെളിയിച്ച് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്.